Hello friends, I am Nisha from Nissas kitchen. Welcome to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ അരി അരച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പാലപ്പം തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: പച്ചരി 1 കപ്പ്, അവൽ 2 പിടി അല്ലെങ്കിൽ 1/4 ഗ്ലാസ്. ഞാനിവിടെ വൈറ്റ് അവലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മട്ട അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈസ്റ്റ് 1 ടീസ്പൂൺ. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വളരെ ചെറിയ തരിയുള്ളതാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. പഞ്ചസാര 2 ടീസ്പൂൺ. തേങ്ങ ചുരണ്ടി എടുത്തത് 1/2 മുറി. ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. എടുത്തു വെച്ചിരുന്ന 1 ഗ്ലാസ് പച്ചരി ഞാനിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി അനുസരിച്ച് പച്ചരി അരച്ച് 8 മണിക്കൂറൊന്നും പുളിക്കാനായിട്ട് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അരച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ആദ്യം ഇതുപോലെ പച്ചരി നന്നായിട്ട് 4-5 പ്രാവശ്യം വാഷ് ചെയ്ത് എടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ചുരണ്ടി എടുത്തു വെച്ചിരിക്കുന്ന 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ തലേ ദിവസം നേരത്തെ അരി വെള്ളത്തിലിടാൻ മറന്നു പോയെങ്കിൽ രാത്രിയിൽ ഇതുപോലെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം രാവിലെ അരച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് അവൽ ചേർക്കാം. ഇനി അടുത്തായിട്ട് ഈസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ അത് കടുകുമണി പോലെ കുറച്ച് വലിയ ഈസ്റ്റാണ്. അതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ചേർക്കരുത്. ആ ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയുമായിട്ട് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ച് അത് പുളിച്ച് വന്ന ശേഷം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നാൽ വെള്ളം കൂടി പോകാൻ പാടില്ല. കുറച്ച് കഴിയുമ്പോൾ അവൽ കുതിർന്ന് വരും. അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മളിത് കുതിർത്ത് വെച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ ഓവർനൈറ്റ് വെച്ചിരിക്കാം. നമ്മൾ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് പച്ചരി അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് പച്ചരി കുതിർത്ത് വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മൂടി വെച്ചിട്ട് ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ കുതിർത്തെടുക്കാം. അതിന് ശേഷം അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ പാലപ്പത്തിനൊക്കെ മാവ് അരച്ചെടുക്കുന്ന പോലെ നല്ല നേർമയായിട്ട് ഇതിനെ അരച്ചെടുക്കാം. ഇതിനെ മിക്സിയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല നേർമയായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കുന്ന പോലെ കുറച്ചൊരു ലൂസായിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് നീണ്ടു പോകാനും പാടില്ല. ഇനി നമുക്ക് ഒരു 1 മണിക്കൂർ ഇതിനെ ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് മൂടി വെച്ചിരിക്കാം. ചൂട് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ മതിയാവും. എന്നാൽ കുറച്ച് തണുപ്പുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് കപ്പി കാച്ചി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ മാവ് റെഡിയാണ്. നമുക്കിതിനെ ജസ്റ്റ് 1 മണിക്കൂർ വെയിറ്റ് ചെയ്താലും മാത്രം മതി. ഇപ്പം നമ്മുടെ മാവ് ആവശ്യത്തിന് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് തുറന്ന് നോക്കിയത്. അപ്പോഴേക്കിനും നല്ല ചൂട് സമയമായതുകൊണ്ട് ഇത് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അധികം ചേർക്കരുത്. ജസ്റ്റ് ഒരു മധുരത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ചെറിയ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എൻ്റെ ഫ്രണ്ട് സന്ധ്യയാണ് എനിക്ക് ഈ റെസിപ്പി ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണെന്ന് മാത്രമല്ല ഒട്ടും പുളി ഉണ്ടാകത്തില്ല ഇതിന്. കാരണം നമ്മൾ ഈ മാവ് അധികം ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കുന്നില്ല. ഉണ്ടാക്കി ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ചുട്ടെടുക്കുന്നത് കൊണ്ട്. ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ചും കൂടെ ആഡ് ചെയ്യാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ്
ഒന്ന് വെച്ചിരുന്ന ശേഷം നമുക്കിതിനെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാലപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം തീ കുറച്ച് വെക്കുക. അതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തവിക്ക് 1.5 തവിയാണ് ഒഴിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ പാലപ്പം ചുറ്റിച്ചെടുക്കുന്ന പോലെ ഇതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകും. ഇപ്പം നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം. ചൂട് താങ്ങത്തില്ലാത്തവർ ഇതുപോലെ കൈകൊണ്ട് എടുക്കാൻ ശ്രമിക്കരുത്. നമുക്കിനി ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ടും പാലപ്പം തയ്യാറാക്കിയെടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂട് അധികം കൂടുതലാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുറ്റിച്ചെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണിത്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ മുട്ടക്കറിക്കൊപ്പമാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചിക്കൻ സ്റ്റൂവോ ഇഷ്ടമുള്ള സൈഡ് ഡിഷിനൊപ്പം സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വളരെ 100% സക്സസ് ആയിട്ടുള്ള ഒരു വളരെ നല്ലൊരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.